അപ്പോൾ ഇതെന്താണ് സംഭവം എന്നല്ലേ, ഇതൊരു ക്രിബാണ് കേട്ടോ. അപ്പോൾ മിഡ് വൈഫ് വന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതിന് എന്താ വിളിക്കുകയെന്ന്. അപ്പോൾ നമ്മൾ ക്രിബ് ഓർ ബെഡ് എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ കോ സ്ലീപ്പ് ചെയ്യുന്ന മദേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. NHS ഇപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ പിറ്റേ ദിവസം മിഡ് വൈഫ് നോക്കാൻ വരുന്നത് നമ്മളുടെ ഹെൽത്ത് മാത്രമല്ല, അവർ നോക്കാൻ വരുന്ന ബേബീസിനൊരു സേഫ് സ്ലീപ്പിംഗ് സ്പേസും സേഫ് ഹോം എൻവയോൺമെൻറ്റും ഒക്കെ ഉണ്ടോ എന്ന് കൂടി നോക്കാനാണ് വരുന്നത്. അപ്പോൾ ഗബ്രു ഉണ്ടായ സമയത്ത് നമ്മളൊരു സെപ്പറേറ്റ് ക്രിബ് വാങ്ങിച്ചു. അതാണെങ്കിൽ ഒത്തിരി സ്പേസും എടുക്കും, അവൻ അതിൽ കിടക്കുകയില്ല. അങ്ങനെ നമുക്കതുകൊണ്ട് ഒരു യൂസ് ഉണ്ടായില്ല. അപ്പോൾ ഈ പ്രാവശ്യം അതെന്തായാലും വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ടു കിട്ടിയൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇത് നമുക്ക് ബെഡിൽ തന്നെ അറ്റാച്ച് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ സൈഡിൽ കിടക്കാം. എന്നിട്ട് ഇത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്പേസ് കിട്ടും. താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സെപ്പറേറ്റ് സേഫ് ആയിട്ടുള്ളൊരു ക്രിബ് പോലെ കിട്ടും. അപ്പോൾ ഹാർഡായിട്ടുള്ളൊരു സ്പേസ് ഇവരുടെ അടിയിൽ, മാട്രസ് ഇവരുടെ അടിയിലുണ്ട്. പിന്നെ ഇവർക്ക് ഇതിൽ കിടക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ആദ്യം 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു, ട്വിൻസ് ആയതുകൊണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം വലിയൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 എനിക്കിതൊരു 7 feet ലോങ് ആയിട്ടുള്ളൊരു ബെഡാണ്. ഇതിൽ 2 അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം അതിനേക്കാളും കുറച്ചും കൂടെ സ്പേസ് ഉണ്ടെങ്കിൽ 2 അടുപ്പിച്ച് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരെണ്ണമാണ് വെച്ചിട്ട് 2 പേരെയും കൂടെ ഒരെണ്ണത്തിലാണ് കിടത്തിയത്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം നമുക്കിതിന് സിബുണ്ട് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നെറ്റാണ്, അപ്പോൾ നമുക്കിത് എപ്പോഴും കാണാം ഇതിനകത്ത് എന്താ സംഭവിക്കുക എന്നുള്ളത്, ഇവരെങ്ങനെയാണ് കിടക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാം. പിന്നെ എനിക്കിതിൻ്റെ സൈഡിൽ കിടക്കാം, ടെൻഷനില്ലാതെ. ഞാൻ ഇവരുടെ ദേഹത്തേക്ക് വീഴുമോ എന്നുള്ള ടെൻഷനൊന്നും എനിക്കില്ല, കാരണം ഡെലിവറിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ടയേർഡാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും. അപ്പോൾ ഗബ്രുവിൻ്റെ സമയത്ത് ഞങ്ങൾ ഷിഫ്റ്റായിരുന്നു. ഡയസ് എഴുന്നേറ്റിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങുമ്പോൾ ഡയസ് എഴുന്നേറ്റിരിക്കും. സോറി, രണ്ടും തന്നെ. എനിവേ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഷിഫ്റ്റിൽ അത് രക്ഷപ്പെട്ടു. വളരെ സേഫായിട്ട് അവർക്ക് ഉറങ്ങാം, നമുക്ക് കൂടെയും കിടക്കാം. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.